പ്രിയ മിത്രങ്ങളെ, ചെസ് കമ്പിൾ മുന്നോട്ട് വയ്ക്കുന്ന കോമ്പാക്റ്റ് ജീവിത രീതിയിൽ എം സൂചിപ്പിക്കുന്നത് മോഡറേഷൻ അഥവാ മിതത്വത്തെയാണ്. ജീവിതത്തിൽ പല കാര്യങ്ങളിലും തീവ്രമായ നിലപാടുകൾ വച്ചു പുലർത്തുന്നവരുണ്ട്. ഈ തീവ്രത നെഗറ്റീവോ പോസിറ്റീവോ ആകാം. സ്നേഹം എന്ന പോസിറ്റീവ് വികാരത്തിൻ്റെ നെഗറ്റീവ് തീവ്രതയാണ് വിദ്വേഷം. നെഗറ്റീവ് തീവ്രത ഒരു തരത്തിലും നമുക്ക് ഭൂഷണമല്ല. അതുകൊണ്ടുതന്നെ നെഗറ്റീവ് തീവ്രതയിൽ നിന്നും പോസിറ്റീവായ അവസ്ഥയിലേക്ക് ക്രമേണ മനസ്സിനെ എത്തിക്കുവാനുള്ള ശ്രമം നടത്തേണ്ടതാണ്. എന്നാൽ പോസിറ്റീവ് തീവ്രതയിൽ നിന്നും ബോധപൂർവം പിൻവാങ്ങി വളരെ പക്വമായ നിലവാരത്തോടെ എന്തിനേയും കൈകാര്യം ചെയ്യുവാൻ സാധിക്കുന്നതാണ് മിതത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മിതത്വം ഒരു വ്യക്തിയിൽ അന്തർലീനമായ സഹജമായ സ്വഭാവഗുണമാകുന്നു. അതുകൊണ്ടുതന്നെ മിതത്വം ഏവർക്കും അനായാസേന പ്രാപ്തമാക്കാവുന്ന ഒന്നല്ല. അതിനാൽ മിതത്വം ശീലിക്കുവാൻ ബോധപൂർവം സ്ഥിര പരിശ്രമം നടത്തേണ്ടത് ആവശ്യമാണ്. ചെറിയൊരു ഉദാഹരണം നോക്കാം. ഏറെ ഇഷ്ടപ്പെട്ട ഒരു ആഹാരവിഭവം ആവോളം ഭക്ഷിക്കുന്നത് നമ്മുടെ ശീലമാണെന്നിരിക്കട്ടെ. മിതത്വം ശീലിക്കുന്നതിൻ്റെ ഭാഗമായി ഈ കഴിക്കുന്നതിൻ്റെ അളവിൽ ചെറിയൊരു കുറവ് വരുത്തുവാൻ ബോധപൂർവം നമുക്ക് ശ്രമിക്കാമല്ലോ. തിടുക്കം കൂട്ടാതെ ബോധപൂർവം തുടർച്ചയായ ശ്രമത്തിലൂടെ മിതമായ അളവിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്നതിൽ സംശയമില്ല. ഇപ്രകാരം പ്രകൃതി വിഭവങ്ങളാകട്ടെ, സമ്പത്തോ സുഖസൗകര്യങ്ങളോ എന്തുമാകട്ടെ, മിതമായ അളവിൽ ഉപയോഗിക്കുക എന്നത് സമൂഹത്തോടുള്ള നമ്മുടെ ധാർമ്മിക ഉത്തരവാദിത്തവുമാകുന്നു. മിതത്വം എന്നത് സാത്വികരിൽ കണ്ടുവരുന്ന സഹജമായ ഗുണവിശേഷമാകുന്നു. വളരെ ബാലൻസ്ഡായ അവസ്ഥയിൽ മനസ്സിനെ നിലനിർത്താനുള്ള ശേഷി ഇതിനുണ്ട്. അതിനാൽ തന്നെ വിഭാഗീയതകൾ ഏതും മറന്ന് സകലരോടും സഹവർത്തിക്കുവാനുള്ള മാനസികാവസ്ഥയും അനായാസം ആർജിച്ചെടുക്കാനാകും. ക്രമേണ മിതത്വം പ്രാവർത്തികമാക്കുവാൻ എല്ലാ മിത്രങ്ങൾക്കും സാധിക്കട്ടെ. നന്ദി.